നമസ്കാരം, നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി ഓങ്ങല്ലൂർ പോക്കുവഴിയിൽ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ സെന്റർ ഓഗസ്റ്റ് 21 മുതൽ പ്രവർത്തനം ആരംഭിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൃക്കരോഗങ്ങളാലും ഡയാലിസിസ് ചികിത്സയും മൂലം സാമ്പത്തികമായും മാനസികമായും പ്രയാസമനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓങ്ങല്ലൂർ പോക്കുപടിയിൽ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടരുത് എന്ന ലക്ഷ്യവുമായാണ് പീസ് ഹോം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ സെന്റർ ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ഈ 21-ാം തീയതി വെള്ളിയാഴ്ച 5 മണിക്ക് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവറുകൾ പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ എന്ന സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കിഡ്നി രോഗ ഡയാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പാവപ്പെട്ട നിർധനരായ ആളുകൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്തു കൊടുക്കാനുള്ള 10 ഡയാലിസിസ് മെഷീനുകൾ ആധുനിക സൗകര്യത്തോടു കൂടി സ്ഥാപിച്ചാണ് ഇതിൻ്റെ തുടക്കത്തിൽ 1-ാം ഘട്ടത്തിൽ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ യൂണിറ്റും കിഡ്നി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്താനും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള രോഗപ്രതിരോധ യൂണിറ്റിനും അവിടെ തുടക്കമാവുന്നുണ്ട്. വിശാലമായ ഭൗതിക സൗകര്യമാണ് നമ്മുടെ ബഹുമാന്യനായ കെ.പി. ഉമ്മർ ഹാജി സംഭാവനയായി തന്ന 2 ഏക്കർ സ്ഥലത്ത് 16,000-ഓളം വരുന്ന സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായ ഒരു ബിൽഡിങ്ങിൽ ആധുനിക സൗകര്യത്തോടു കൂടെയാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ നല്ല സുമനസ്സുകളായ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ ആളുകളുടെയും സഹകരണത്തോടു കൂടി ഏകദേശം 3 കോടിയിലധികം രൂപ ചെലവഴിച്ച് ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ഗുണനിലവാരമുള്ള ഡയാലിസിസ് ഉറപ്പാക്കുക, നിർധനരായ രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് നൽകുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, സൗജന്യ പരിശോധനാ ക്യാമ്പുകൾ ഒരുക്കുക തുടങ്ങിയവയെല്ലാം പീസ് ഹോം ലക്ഷ്യമിടുന്നുണ്ട്. ഈ മാസം 21-ന് വൈകുന്നേരം 4 മണിക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മന്ത്രിമാരായ എം ഷംസുദ്ദീൻ, കെ.എ. തുളസി, എം.പിമാരായ വി.കെ. ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, കെ. രാധാകൃഷ്ണൻ, കൂടാതെ പണക്കാട് സയ്യിദ് മുനവർ ശിഹാബ് തങ്ങൾ, എം.എൽ.എമാരായ പി. മമ്മിക്കുട്ടി, മുഹമ്മദ് മോസിൻ, രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഇതൊരു സാധാരണ ഡയാലിസിസ് സെന്റർ മാത്രമല്ല, ഇതൊരു കിഡ്നി കെയർ സ്ഥാപനമാണ്. എന്ന് വെച്ചാൽ കിഡ്നിയുടെ സമഗ്രമായ ഈ സാധാരണ ഡയാലിസിസ് സെന്റർ സൂക്കേട് വന്നാൽ അവിടെ പോയിട്ട് ഡയാലിസിസ് ചെയ്യുക എന്നുള്ളത്. ഞങ്ങളുടെ ഒരു എംഫസിസ് സൂക്കേട് വരാതിരിക്കാനുള്ള, സൂക്കേട് തടയാനുള്ള എല്ലാ മാർഗങ്ങളും കഴിഞ്ഞു സ്വീകരിക്കാം. പ്രത്യേകിച്ച് അപ്പോൾ അവർക്ക് പിന്നെ മുജീബ് പറഞ്ഞ മാതിരി രോഗം നിർണ്ണയിക്കാനും പിന്നെ ഒരു നെഫ്രോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊരു പ്രധാന പരിപാടിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഭാവിയിൽ ലൈഫ് കെയർ എന്ന് പറയാൻ കാരണം പീസ് ഹോം കിഡ്നി ആൻഡ് ലൈഫ് കെയർ എന്ന് പറയാൻ കാരണം ഞങ്ങൾ ഭാവിയിൽ 1-2 പ്രവർത്തനങ്ങളും കൂട്ടിയിട്ട് ഇതിനെ വികസിപ്പിക്കാനുള്ള പരിപാടിയുണ്ട്. അതായത് ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ മാതിരി ഫിസിക്കലി ന്യൂറോളജിക്കലി ഹാൻഡിക്യാപ്റ്റുകളായ കുട്ടികളുണ്ട്. കുറേ അധികം നമ്മളുടെ പഞ്ചായത്തിനും ചുറ്റുമൊക്കെ കുറേ അധികം ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന ഒരു സാഹചര്യം പതിയുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട പരിപാലനവും ട്രീറ്റ്മെൻറ്റും കൊടുക്കാനുള്ള ഒരു സമ്മതം മിക്കവാറും ഇപ്പോൾ OP ആയിട്ടാണ് നമ്മൾ എൻവിഷൻ ചെയ്യുന്നത്. പീസ് ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ആരംഭിക്കുന്ന പീസ് ഹോമിൽ ആധുനിക സജ്ജീകരണങ്ങളോടെ 10 ഡയാലിസിസിന് ഉള്ള മെഷീനുകൾ അടങ്ങിയ യൂണിറ്റാണ് ആദ്യഘട്ടത്തിൽ സജ്ജമാക്കുന്നത്. കിഡ്നി രോഗങ്ങൾ തുടക്കത്തിൽ കണ്ടെത്താനും അതിന്റെ വ്യാപനം തടയുവാനും കിഡ്നി രോഗ പ്രതിരോധ യൂണിറ്റ് കൂടിയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ജീവകാരുണ്യ പ്രവർത്തകനായ കെ.പി. ഉമ്മർ ഹാജി സംഭാവനയായി നൽകിയ 2 ഏക്കർ സ്ഥലത്താണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. ഓങ്ങല്ലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും നന്മയുള്ള മനുഷ്യരുടെ സഹായത്തോടു കൂടിയാണ്
ഈ ഒരു സംരംഭം ആരംഭിക്കുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സൗജന്യ OP പരിശോധനയും പീസ് ഹോമിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടർ KP ഉമ്മർ ഹാജി, പ്രസിഡന്റ് V ആലിക്കുട്ടി ഹാജി, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അംസ പറമ്പിൽ, ജനറൽ സെക്രട്ടറി ഷാനവാസ് പറമ്പിൽ, നാസർ കൊടക്കാടത്ത്, EK സലീം, K മുജീബുദ്ദീൻ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഷൊർണൂരിൽ കുടുംബം സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ലോറിയിടിച്ച് തളി സ്വദേശിയായ വീട്ടമ്മ മരിച്ചു. തളി പാറപ്പുറം മുല്ലാംപറമ്പിൽ അബ്ദുൾ മുത്തലിബ് ഭാര്യ ഫാത്തിമയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 6 ഷൊർണൂർ പാലത്തിൽ വെച്ചായിരുന്നു ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. ഉടനെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫാത്തിമയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് അബ്ദുൾ മുത്തലിബ്, മകൾ റിസ്മിയ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ PK ദാസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയായിരുന്നു കുടുംബം. പട്ടാമ്പിയിൽ നഗരസഭയുടെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തും. ഓഗസ്റ്റ് 21 മുതൽ 27 വരെയാണ് ഓണം കലാവിരുന്ന് ഒരുക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി നഗരസഭയുടെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പട്ടാമ്പിയിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 21 മുതൽ 27 വരെ മേലെ പട്ടാമ്പി നക്ഷത്ര റീജൻസിക്ക് സമീപം പ്രത്യേക സജ്ജമാക്കിയ വേദിയിൽ വെച്ചാണ് ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 വരെ ആഘോഷ പരിപാടികൾ നീണ്ടു നിൽക്കും. വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും വാഹനങ്ങളുടെയും മറ്റും പ്രദർശനം, കുടുംബശ്രീ സ്റ്റാളുകളുടെ പ്രദർശനം, വൈകുന്നേരം കലാ സാംസ്കാരിക പരിപാടികൾ, മ്യൂസിക്, എന്റർടൈൻമെന്റ് ഉൾപ്പെടെയുള്ള പരിപാടികളും ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. കച്ചവടക്കാർക്കും അതുപോലെ തന്നെ പട്ടാമ്പിയിലെ ജനങ്ങളെയും നാട്ടുകാരെയും എല്ലാവർക്കും ഓണത്തിന് പുറത്തെങ്ങോട്ടും പോയി ആഘോഷിക്കുന്നതിന് പകരം നമ്മുടെ പട്ടാമ്പിയിൽ തന്നെ എല്ലാ തരത്തിലുള്ള ഉത്സവം ഇവിടെ കൊണ്ടാടണം എന്നുള്ളത് കൂടിയും മുൻപന്തിയിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. എന്തായാലും നമ്മുടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിന്റെ കൂടെ തന്നെ വ്യാപാരി വ്യവസായം നമ്മുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് എല്ലാ പരിപാടികളും 21 വൈകുന്നേരം 5 മണിക്ക് VK ശ്രീകണ്ഠൻ MP ഓണാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരസഭാ ചെയർമാൻ TP ഷാജി അധ്യക്ഷത വഹിക്കും. തുടർന്ന് മ്യൂസിക്, ഡാൻസ് ഫ്യൂഷൻ അരങ്ങേറും. 22 വൈകിട്ട് 7 അനുസരിച്ച് നയിക്കുന്ന ഗാനമേള, 23 മെലഡി നൈറ്റ്, 24 മ്യൂസിക് നൈറ്റ്, 25 കോമഡിയും പാട്ടും, 26 ഫ്യൂഷൻ ഓണം, 27 ഡാൻസ് ഉൾപ്പെടെയുള്ള പരിപാടികളാണ് നടത്തുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പരിപാടികളിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പട്ടാമ്പിയിലെ കച്ചവടക്കാരെ കൂടി ഉൾപ്പെടുത്തി അത് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ താല്പര്യം മുനിസിപ്പാലിറ്റി പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളെ കച്ചവടക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് 2018 പ്രളയത്തിന് ശേഷം ഉള്ള പ്രതിസന്ധി, വ്യാപാര പ്രതിസന്ധി, ഓരോ സമയത്ത് ഓരോരോ പ്രതിസന്ധി, റോഡ് പണിയായാലും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളായിട്ടുള്ള പ്രതിസന്ധി പോണ സമയത്ത് മുനിസിപ്പാലിറ്റി ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച സമയത്ത് നമ്മളതിനെ ഏറ്റവും വളരെ സഹകരിച്ചുകൊണ്ട് ചെയ്യണം. ഇത് ഓഗസ്റ്റ് 21 വൈകിട്ട് 5 മണിക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ TP ഷാജിയുടെ അധ്യക്ഷതയിൽ പാലക്കാടിന്റെ MP ശ്രീ VK ശ്രീകണ്ഠൻ അവർകളാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, തൃത്താല അടക്കമുള്ള MLA-മാര് വിവിധ ദിവസങ്ങളിലായിട്ട് ഓരോ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ സംവാദിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം 7 മണി മുതൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ രാത്രി 10 മണി വരെ വിവിധ കലാപരിപാടികൾ, ഓരോ ദിവസം ഓരോ തരത്തിലുള്ള കലാപരിപാടികളും കലാരൂപങ്ങളും. അതിലുപരി ഏകദേശം 20ഓളം സ്റ്റാള് നമ്മൾ അതിന്റെ പന്തലിന്റെ പ്രവർത്തനം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിൽ 20ഓളം സ്റ്റാള് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ളവർ തന്നെ വാഹനങ്ങൾ അടക്കമുള്ള അത് പുറത്ത് വേറെ ഉണ്ടാവും. അതിലുപരി പട്ടാമ്പിയിലുള്ള വസ്ത്ര മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും അതുപോലെ തന്നെ ഫുഡ് ഇതൊക്കെ സാധാരണ നമ്മൾ ഫുഡ് കോർട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന അതാണ് ഉണ്ടാവാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പട്ടാമ്പിയിലെ ഈ പ്രദേശത്തുള്ള ഒരു വ്യാപാരിക്ക് തന്നെ അത് നൽകിക്കൊണ്ട് അതിന്റെ പ്രവർത്തനം കൂടി നടത്തുന്ന സാഹചര്യമുള്ളൂ. അതിൽ ഡിഫറെന്റ് ആയിട്ട് സാധാരണ എല്ലായിടത്തും ചെല്ലുന്ന സമയത്ത് നമ്മൾ ഈ മനസുന്ദരി പോലുള്ള കാര്യങ്ങളുണ്ട്, അത് നമ്മളതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ അസ്ന അനീഫ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ ഗിരീഷ് പട്ടാമ്പി, EP അബ്ദുൽ ജബ്ബാർ, സന്തോഷ് ക്രിയേഷൻസ് എന്നിവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണപ്പൂക്കള മത്സരം വർണ്ണാഭമായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന മത്സരത്തിൽ വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും പ്രതിനിധീകരിച്ച് 9 ടീമുകളാണ് മാറ്റുരച്ചത്. മത്സരത്തിനൊടുവിൽ തൃത്താല CDPO ടീം 1ാം സമ്മാനം കരസ്ഥമാക്കി. CDPO അഡീഷണൽ ടീം 2ാം സമ്മാനം നേടിയപ്പോൾ ADA ടീം 3ാം സ്ഥാനത്തിന് അർഹരായി. വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. ഇത്തവണത്തെ ഓണം
തൃത്താല ബ്ലോക്ക് വളരെ വിപുലമായാണ് ആചരിക്കുന്നത്. ഏതാണ്ട് 35ഓളം സ്റ്റാളുകൾ കുട്ടനാട് ഈ മേളയോടനുബന്ധിച്ച് വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, അതുപോലെ തന്നെ ചെടികൾ തുടങ്ങി തുണി ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ഇത്രയും ദിവസം കുട്ടനാട് ബസ് സ്റ്റാൻഡിൽ സ്റ്റാളുകളിൽ പ്രദർശനം ആരംഭിക്കും. വിവിധ വിഭാഗം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ കലാപരിപാടികളും ആദരസന്ധ്യയും, ഇതിൻ്റെ ഇടയിൽ മികച്ച വനിതകൾക്കുള്ള ആദരസന്ധ്യ, മികച്ച വയോജനങ്ങൾക്കുള്ള ആദരസന്ധ്യ ഇതും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പട്ടാമ്പിയിൽ KSSPUവിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. KSSPU പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചത്. പെൻഷൻ ഭവനിൽ നടന്ന ശില്പശാല ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രധാനപ്പെട്ട ചുമതല ഏറ്റെടുക്കുന്നവരാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കുറെ കാര്യങ്ങളുമായിട്ട് സംവദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഞാൻ ഇപ്പോൾ ആ മെഡിസത്തിന്റെ സ്ഥിതിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെ പറ്റി നിങ്ങൾക്കറിയാം. മെഡിസപ്പ് എന്താണ് തുടങ്ങിയത്? ഏകപക്ഷീയമാണ്, നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എന്നാണ് മെഡിസപ്പ് തുടങ്ങിയത്? 2022 ജൂലൈ 2022 ജൂലൈ 1 2026 ജൂൺ 30 ആകുമ്പോഴേക്ക് 4 വർഷം പൂർത്തിയായി. അത് പൂർത്തിയായിട്ട് ജൂലൈ 1 ആഗസ്റ്റ് 19 അപ്പൊ 4 വർഷവും 1 മാസം 19 ദിവസമായി. ബ്ലോക്ക് പ്രസിഡന്റ് M രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. S വിജയൻ, വി ചന്ദ്രൻ, A മൊയ്തീൻ ഷാ, MK രാധ, മുരളീധരൻ, KM ഉണ്ണികൃഷ്ണൻ, NG പിള്ള ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ ഇടപെടലും തൃത്താല പോലീസിന്റെ കരുതലും മാനസിക നിലതെറ്റി അലഞ്ഞു നടന്ന യുവാവിന്റെ പ്രതീക്ഷയേറ്റ ജീവിതത്തിന് തുണയാവുകയാണ്. വർഷങ്ങളോളം തെരുവിൽ അലഞ്ഞ യുവാവിനെ ഒടുവിൽ 4 വർഷത്തിന് ശേഷം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. എന്റെ മോനെ തോപ്പിന് മാറ്റിയിട്ട് കണ്ടല്ലോ, ട്രീറ്റ്മെന്റ് കൊടുത്തു തിരിച്ചു വരുമല്ലോ. മാനസിക നില തെറ്റി ഓർമ്മ നശിച്ച് തെരുവിൽ കഴിയേണ്ടി വരികയും ഒടുവിൽ തൃത്താല മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിലൂടെ കുമരനെല്ലൂർ സ്നേഹാലയത്തിൽ അഭയം കണ്ടെത്തുകയും ചെയ്ത യുവാവിന് ഒടുവിൽ സ്വന്തം കുടുംബത്തിന്റെ തണൽ. 4 വർഷം മുൻപ് കാണാതായ മകനെ തേടിയെത്തിയ മാതാപിതാക്കൾ കണ്ണീരോടെയും ആശ്വാസത്തോടെയും മകനെ തിരിച്ചറിഞ്ഞു. ശ്രീകൃഷ്ണപുരം മംഗലാംകുന്ന് കാട്ടുകുളം നീലഞ്ചിറ വീട്ടിൽ വാസുവിന്റെയും അനിതയുടെയും മകനായ 30 വയസ്സുകാരൻ സന്ദീപാണ് ഈ നിർണായക കണ്ടെത്തലിലൂടെ മാതാപിതാക്കളുടെ അരികിലേക്ക് തിരിച്ചെത്തുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുന്നംകുളം കേച്ചേരി ഭാഗത്ത് വെച്ച് വിശപ്പ് സഹിക്കാനാവാതെ തെരുവുനായയുടെ പച്ചയിറച്ചി കഴിക്കുന്ന അവസ്ഥയിലുള്ള സന്ദീപിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിൽ വൻ പ്രചാരണം നേടിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ട് പലരും സഹതാപം പ്രകടിപ്പിച്ചെങ്കിലും ഈ മനുഷ്യനെ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം മേഴത്തൂർ റോഡിലൂടെ അവശനിലയിൽ നടന്നു പോവുകയായിരുന്ന സന്ദീപിനെ തൃത്താല മാധ്യമപ്രവർത്തകർ കണ്ടെത്തി തിരിച്ചറിയുകയായിരുന്നു. ഉടൻ തന്നെ തൃത്താല പോലീസുമായി സ്ഥലത്തെത്തിയ ശേഷം ഭക്ഷണവും വെള്ളവും നൽകി. തുടർന്ന് സന്ദീപിനെ കുമരനെല്ലൂരിലെ സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് മാറ്റുകയുമായിരുന്നു. 4 വർഷമായി മാനസികരോഗത്താൽ അലഞ്ഞിരുന്ന് നടന്ന ഒരു യുവാവിനെ മേഴത്തൂർ ഭാഗത്ത് കണ്ടെത്തുകയും തൃത്താല പോലീസിൻ്റെയും മീഡിയയുടെയും സഹായത്തോടെ കല്ലടത്തൂർ എഞ്ചിനീയർ റോഡിലുള്ള സ്നേഹാലയത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ വാർത്ത കേട്ടറിഞ്ഞ് സന്ദീപിൻ്റെ അച്ഛനും അമ്മയും സ്ഥാപനത്തിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. സന്ദീപിൻ്റെ SLC ബുക്ക് കാണിച്ചു. സന്ദീപ് മകനാണെന്ന് അവർക്ക് ബോധ്യമായി, ഉറപ്പായിരിക്കുകയാണ്. ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെയാണ് കാണാതായ മകനെക്കുറിച്ച് വാസുവിനും അനിതയ്ക്കും വിവരം ലഭിക്കുന്നത്. ബുധനാഴ്ച രാവിലത്തോടെ സ്നേഹാലയത്തെത്തിയ മാതാപിതാക്കൾ സന്ദീപിനെ കണ്ട് തിരിച്ചറിഞ്ഞതോടെ വികാരാധീനരായി. മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെങ്കിലും അമ്മയെ കണ്ട സന്ദീപും മകനെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ അമ്മ അനിതയും പരസ്പരം സ്നേഹചുംബനങ്ങൾ കൈമാറിയത് കണ്ടുനിന്നവർക്കും നൊമ്പരവും സന്തോഷവും പകർന്നു.
കാട്ടുകുളം സ്കൂളിൽ 10ാം ക്ലാസ് വിജയിച്ച സന്ദീപ് പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും പിന്നീട് മാനസിക നില തെറ്റുകയായിരുന്നു. ഇതോടെ ഇടയ്ക്കിടെ വീട്ടിൽ നിന്നും സന്ദീപ് ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോവും. പിന്നീട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിശബ്ദനായി തിരികെ വരും. ഇത്തരത്തിൽ ഒരിക്കൽ ഇറങ്ങിപ്പോയ സന്ദീപ് പിന്നെ തിരികെ വീട്ടിലെത്തിയില്ല. മകനെ തേടി മാതാപിതാക്കൾ ഒരുപാട് സ്ഥലങ്ങളിൽ മാസങ്ങളോളം തിരഞ്ഞു നടന്നുവെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീട് 4 വർഷവും സന്ദീപിനായുള്ള തിരച്ചിലിലായിരുന്ന കുടുംബത്തിന് തൃത്താലയിലെ മാധ്യമപ്രവർത്തകരുടെ കൃത്യസമയത്തെ കണ്ടെത്തലും തൃത്താല പോലീസിന്റെ മികച്ച സഹകരണവുമാണ് ഒടുവിൽ മകനിലേക്കുള്ള വഴികാട്ടിയായത്. 4 വർഷം മുമ്പ് പോയതാണ്. കണ്ടിട്ട് മോനെ കാണാൻ പറ്റും. അതിൻ്റെ മുമ്പ് അവന് മരുന്ന് കൊടുത്തു. പട്ടാമ്പി സേവന ആസ്പത്രിയിലാണ് കാണിച്ചിരുന്നു. മരുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് അവ ഇങ്ങനെ ആയി പോയത്. വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടു. സാധാരണ ഒരാൾ പണിക്ക് പോയിട്ട് വേണം. ഭർത്താവിനാണെങ്കിൽ സുഖമില്ല. പട്ടാമ്പി സേവന ആസ്പത്രിയിലാണ് കാണിക്കുന്നത്. 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരമ്മയാണ് വയസ്സായത്. ബുധനാഴ്ച കാലത്ത് 9 മണിയോടെ മാതാപിതാക്കളായ വാസുവും അനിതയും മകനെ കാണാനായി കുമരനെല്ലൂരിലെ സ്നേഹാലയത്തിൽ എത്തുകയായിരുന്നു. മാനസിക നില തെറ്റി ഓർമ്മകൾ നഷ്ടമായ സന്ദീപിനെ വിദഗ്ധ ചികിത്സകൾക്ക് വിധേയനാക്കാനാണ് ഈ മാതാപിതാക്കളുടെ തീരുമാനം. മകനെ കണ്ടെത്താൻ സഹായിച്ച മാധ്യമപ്രവർത്തകർക്കും തുണയായി നിന്ന പോലീസിനും തങ്ങളുടെ തീർത്താൽ തീരാത്ത കടപ്പാടുകൾ അറിയിക്കാനും ഈ മാതാപിതാക്കൾ മറന്നില്ല. നാൽപ്പത്തിരണ്ട് വർഷത്തെ ഫോട്ടോഗ്രാഫി പ്രവർത്തനത്തിനിടയിൽ 58 പുരസ്കാരങ്ങൾ സുജി ആതിരയ്ക്ക്. ഫോട്ടോഗ്രാഫി എന്നത് ജീവിതമാർഗമല്ല, മറിച്ച് ജീവിത ലഹരിയാണ്. ഓഗസ്റ്റ് 19 ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ പരിചയപ്പെടാം സുജീന്ദ്രൻ എന്ന സുജി ആതിരയെ. ക്യാമറ കണ്ണിലൂടെ ജീവിതത്തെ നോക്കിക്കണ്ട് അതിലെ അപൂർവ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത 4.5 പതിറ്റാണ്ടിലധികം നീണ്ട സർഗസഞ്ചാരം. ഫോട്ടോഗ്രാഫി മേഖലയിൽ 48 വർഷം പൂർത്തിയാക്കുന്ന ഈ കലാകാരന്റെ ശേഖരത്തിലുള്ളത് 5 നാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ 58 പുരസ്കാരങ്ങളാണ്. 50കളിലും ക്യാമറയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാത്തുസൂക്ഷിക്കുന്ന ഇദ്ദേഹം തന്റെ 22ാം വയസ്സിലാണ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിലേക്ക് കാൽവെക്കുന്നത്. ചെറുപ്പം മുതലേ മനസ്സിൽ കൂടിയ ക്യാമറ പ്രേമം തന്നെയാണ് ഇദ്ദേഹത്തെ ഈ മേഖലയിലേക്ക് നയിച്ചത്. തുടക്കത്തിൽ മെക്കാനിക്കൽ ജോലി നോക്കിയിരുന്നുവെങ്കിലും മനസ്സിലെ ലക്ഷ്യം ഫോട്ടോഗ്രാഫി തന്നെയായിരുന്നു. പെരുമ്പടപ്പിലെ ഒരു സ്റ്റുഡിയോയിൽ ജോലി ചെയ്ത് അനുഭവ സമ്പത്ത് നേടിയ ശേഷം കൂടുതൽ അനുഭവ സമ്പത്തിനായി മദ്രാസിലേക്ക് വണ്ടി കയറി. അവിടെ നിന്നാണ് ഫോട്ടോഗ്രാഫിയുടെ സാങ്കേതിക വശങ്ങൾ കൂടുതൽ ആഴത്തിൽ പഠിച്ചെടുത്തത്. യാത്രകളിലും മറ്റും അതിമനോഹരമായ ഫ്രെയിം കണ്ടാൽ അത് വിട്ടുകളയാൻ ഇദ്ദേഹം തയ്യാറല്ല. കൃത്യമായ വെളിച്ചവും ഭാവവും ഒത്തുവരുന്ന നിമിഷത്തിനായി മണിക്കൂറുകളോ ചിലപ്പോൾ ദിവസങ്ങളോ ആണ് കാത്തിരിക്കുന്നത്. ഒരു നല്ല ചിത്രത്തിനായി എത്ര സമയം കാത്തിരിക്കാനും താൻ തയ്യാറാണ്. ആ കാത്തിരിപ്പാണ് ഫോട്ടോഗ്രാഫിയുടെ യഥാർത്ഥ സംതൃപ്തി എന്ന് സുജി ആതിര പറയുന്നു. വിവിധ മത്സരങ്ങൾക്കായി സമയബന്ധിതമായി പ്രഖ്യാപിക്കുന്ന വിഷയങ്ങൾക്കനുസരിച്ച് തന്റെ ശേഖരത്തിലെ ചിത്രങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് 3 അവാർഡ് കിട്ടിയതും സുജിയുടെ അഭിമാന നേട്ടമാണ്. പെരുമ്പടപ്പിലെ കരിങ്കല്ലത്താണി പാടശേഖരത്തിന്റെ രമണീയത ക്യാമറയിൽ പകർത്തിയതിനാണ് ഈ 3 അവാർഡുകൾ തേടിയെത്തിയത്. കുന്നംകുളം CCTV ഇറക്കിയിരുന്ന കലണ്ടറുകളിലും മറ്റു പരസ്യങ്ങളിലും ഒരു കാലത്ത് സുജിയുടെ ഫോട്ടോ ഉപയോഗിച്ചിരുന്നു. തന്റെ വളർച്ചയിലെ നാഴികക്കല്ലുകളെല്ലാം ഇദ്ദേഹം ഇന്നും നെഞ്ചോട് ചേർക്കുന്നു. പിന്നിട്ട നാളുകളിലെ ഓർമ്മയ്ക്കായി തന്റെ ആദ്യകാല ക്യാമറ വീടിന്റെ പ്രധാന വാതിലിന് സമീപത്തുള്ള ജനലിൽ മരത്തിൽ മനോഹരമായി കൊത്തിവെച്ച് സൂക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. രാജി സഖിയായി ഒപ്പമുണ്ട്. ആതിര, ആവണി, അപർണ എന്നിവരാണ് മക്കൾ.
കുടുംബത്തിന്റെ വലിയ പിന്തുണ തന്നെയാണ് തന്റെ ഈ പുരസ്കാര നേട്ടങ്ങൾക്കെല്ലാം പിന്നിലെ കരുത്തെന്ന് ഇദ്ദേഹം ഓർത്തെടുക്കുന്നു. ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു മാന്യ മാഷുണ്ട്, ഡ്രോയിങ് മാഷാണ്. അപ്പോൾ ആളിങ്ങനെ ഞാൻ കുറേശ്ശെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ആൾക്കന്നത് സ്റ്റുഡിയോ ഉണ്ട്, എന്താ പറയുക, മാറഞ്ചേരി സ്റ്റുഡിയോ, സുമേഷ് സ്റ്റുഡിയോ. അപ്പോൾ ആ സ്റ്റുഡിയോയിലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഫോട്ടോ എടുക്കേണ്ട കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ അന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓരോരുത്തരെയും നല്ല നല്ല ആൾക്കാർ ചെയ്തിട്ടുള്ള ആൾക്കാരുള്ള ഫോട്ടോഗ്രാഫി കണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ അങ്ങനെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് വർഷാപ്പിൽ ഉണ്ടാക്കിയത്. വർഷാപ്പിൽ ഉണ്ടാക്കി അവിടെ നിന്ന് മെല്ലെ കുറേ തിരുട്ട് കളികളൊക്കെ കളിച്ച് ഞാൻ അവിടെ നിന്ന് മെല്ലെ പുറത്ത് ചാടി ഫോട്ടോഗ്രാഫി കയറി. ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ അതിൽ വന്നതാണ്. അവിടെ നിന്ന് ആദ്യത്തെ ഗുരുനാഥൻ വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാൾ ഐതിയുള്ള ഒരാളാണ്. ചങ്ങരംകുളം കല്ലൂർമാ തരിയത്ത് 18 വയസ്സുകാരനെ വാടക ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലംകോട് സ്വദേശി പാറയ്ക്കൽ സുനിൽകുമാറിന്റെ മകൻ സായ് കൃഷ്ണയാണ് മരിച്ചത്. കുറച്ചുകാലമായി മാതാവിനൊപ്പം കല്ലൂർമാ തരിയത്ത് ഭാഗത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്നു. രാവിലെ 8:30യോടെ കിടപ്പുമുറി തുറക്കാതെ വന്നതോടെ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് സായ് കൃഷ്ണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. സുഹൃത്തുക്കൾക്കൊപ്പം ഫാബ്രിക്കേഷൻ ജോലി ചെയ്തു വരികയായിരുന്നു. ചങ്ങരംകുളം SI ശ്രീലേഷിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.